ഹലോ എവറിബഡി, വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഐ എം ധനു. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മളെല്ലാം പറയുന്നൊരു കാര്യമാണ് എവിടെയെങ്കിലും ഒരു സ്റ്റേക്കേഷന് വേണ്ടി പോകാമെന്നുള്ളത്. പിന്നെ വെക്കേഷനും കൂടിയാണ്. എന്നാൽ പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഈ ടൈമിൽ തന്നെ എങ്ങോട്ടേലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ റിസോർട്ടെല്ലാം നോക്കി ചെറായിലുള്ള ബീച്ച് റിസോർട്ടിലാണ് പോകാമെന്ന് വിചാരിച്ചത്. ഇതെല്ലാം വളരെ പെട്ടെന്ന് നടന്ന പ്ലാനായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഒരു 1 ഡേ വെക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും ചേച്ചിയും കൂടെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സ്റ്റേക്കേഷൻ വ്ളോഗിലോട്ട് സ്വാഗതം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ചെറായി ബീച്ച് റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെ എത്തി? തളിക്കുളത്തി ഗൈസ്. ഇനി നമുക്ക് കുറേ പോകാനുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റൈറ്റ്? ഹായ് പറയും. ഈ സ്ഥലം തളിക്കുളാണോ? ഇത് അച്ഛൻ പഠിച്ച സ്കൂളാണെന്നാണ് അച്ഛൻ പറയുന്നത്. എനിക്ക് കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മോഷൻ സിക്നെസ് ഉണ്ട്. ഇല്ല, ഇതിട് ഞാൻ അതെ, ഇങ്ങനെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. പക്ഷെ സ്റ്റിൽ ഞാനതെല്ലാം സഹിച്ചു പിടിച്ച് വീഡിയോ എടുക്കുകയാണ്. എന്തിനാണെന്ന് എനിക്കറിയില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ എത്തിയെന്ന് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണണമെങ്കിൽ ഞാൻ കാണിക്കാം. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരാണുള്ളത്. അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട് അല്ലേ, ഷെണായി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചായയും വടയും കഴിക്കാൻ വേണ്ടി വന്നേക്കുക. പക്ഷെ ചായ ഇല്ല, വട മാത്രമാണ് അച്ഛൻ വാങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇറങ്ങിയില്ല. അച്ഛൻ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വട വന്നിട്ട് കാണാം. തിരുവഞ്ചിക്കുളം. നമ്മൾ പഠിച്ച കോളേജ്, ഞാൻ പഠിച്ച കോളേജ് ഇതാണ് അച്ഛൻ പഠിച്ച കോളേജ്. പോകുന്ന വഴിക്ക് കാണുന്ന എല്ലാ സ്ഥലങ്ങളും അച്ഛൻ എന്താന്ന് പറഞ്ഞുതരും. അച്ഛൻ പഠിച്ച സ്കൂളും കോളേജും അങ്ങനെ ഫേമസ് ആയ കുറേ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഫൈനലി നമ്മുടെ റിസോർട്ട് എത്തിയിരിക്കുകയാണ്. കറക്റ്റ് ബീച്ചിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ചെറായി ബീച്ച് റിസോർട്ട്സ് ഉള്ളത്. ഗൈസ്, നമ്മളുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര സെറീനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നപ്പോൾ തന്നെ നല്ല അടിപൊളി സെറീൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുറേ പച്ചപ്പും അതായത് മരങ്ങളൊക്കെ കൂടി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പക്ഷേ ദ ഓൺലി പ്രോബ്ലം വാസ് നല്ല വെയിലായിരുന്നു. റിസപ്ഷനിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന കോട്ടേജിലോട്ട് പോകാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ ഈ വെയിൽ കൊണ്ട് നടക്കണം എന്നതാണ് എനിക്കുണ്ടായിരുന്നൊരു പ്രശ്നം. അതർവൈസ് നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പോകുന്ന വഴി മൊത്തം ഓരോരോ ചെറിയ ചെറിയ കോട്ടേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
ഇവരുടെ തന്നെ ഡൈനിങ് ഏരിയയും ഇവിടെ തന്നെയുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ പോണ്ട് സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കുറേ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് മാംഗ്രൂവ്സും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കോട്ടേജിലോട്ടൊക്കെ പോയി ഒന്ന് സെറ്റിലായി വന്നതിന് ശേഷം നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സമയം കുറച്ചധികം വൈകിയായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ആസ് യൂഷ്വൽ. നമുക്ക് അവിടുത്തെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാധാ നമ്മുടെ വൈറ്റ് റൈസും ഫിഷ് കറിയും ഫിഷ് റോസ്റ്റും പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ആയിട്ട് ഒരു നല്ല അടിപൊളി ലഞ്ചാണ് കഴിച്ചത്. ഹലോ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ റൂമിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വന്ന് റെസ്റ്റ് ചെയ്യാണ് എല്ലാവരും. അപ്പുറത്ത് അച്ഛനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി എന്താണ് പ്ലാൻ എന്നുള്ളത് തീരുമാനിക്കല്ലേ? അതെ, ചായ തിന്നുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോവും? പൂള് 6 മണി വരെ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പൂളിൽ ചാടാം. ഗൈസ്, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. അങ്ങനെയല്ല, അമ്മയും ചേച്ചിയും അപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അച്ഛൻ ചായ കുടിക്കാൻ പോയിട്ട് വരാം, അതൊക്കെ നോക്കിയിട്ടൊന്ന് ജസ്റ്റ് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അവർ അപ്പുറത്ത് ഈ റൂമിൽ കിടക്കുകയാണ്. ഞാൻ എന്തു ചെയ്യും എന്നറിയാതിരിക്കുകയാണ്. ഞാൻ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വായിക്കാൻ. ചുമ്മാ നമ്മൾ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് എന്തെങ്കിലും വായിക്കാൻ തോന്നിയാലോ? ഞാൻ ഈ ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ബുക്കൊക്കെ വായിച്ച് ചില്ല് ചെയ്തിരിക്കാം, കാരണം ആരുമില്ലല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി നമുക്ക് പുറത്ത് പോകുമ്പോൾ കാണാം. അങ്ങനെ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച് കുറച്ച് സമയമൊക്കെ കളഞ്ഞു. നമ്മൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 4 മണി ആവാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഒബ്വിയസ്ലി അപ്പം നല്ല വെയിലുണ്ടാവും. നല്ല വെയിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും പുറത്തേക്ക് ഇറങ്ങാനും ഒന്നിനും തോന്നുന്നില്ല, അത്രയും പൊള്ളുന്ന വെയിലാണ്. കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് പൂളിലെങ്ങാനും പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം 6 മണി വരെ പൂളുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പോയാലേ നമുക്ക് എന്തെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല ഇവരൊക്കെ എണീക്കും എന്നറിയില്ല. നമുക്ക് ഇവരെയൊക്കെ പോയി എണീപ്പിക്കണം. അങ്ങനെ കുറേ നേരം എന്തൊക്കെയോ ചെയ്ത് ഞാൻ ടൈം കളഞ്ഞു. പിന്നെ എൻ്റെ ക്ഷമ നശിച്ചതുകൊണ്ട് ഞാൻ എല്ലാവരെയും പോയി വിളിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പൂളിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ബട്ട് ഇറ്റ് വാസ് എ ഡിസപ്പോയിൻമെൻറ്റ് ബിക്കോസ് പൂള് 5 ഫീറ്റ് ഡീപ്പായിരുന്നു. എനിക്ക് 5 ഫീറ്റ് പോലും ഇല്ല ഹൈറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് പൂളിലോട്ട് ഇറങ്ങാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. കാരണം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ മുങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന് ജസ്റ്റ് വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് അങ്ങനെ എൻജോയ് ചെയ്തു. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു കിഡ്സ് പൂളുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയിട്ടാണ് പിന്നെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തത്. അങ്ങനെ പൂളിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം വി തോട്ട് നമുക്ക് ബീച്ചിലോട്ട് പോകാമെന്ന്. നമ്മളിപ്പോൾ പൂളിൽ നിന്ന് വന്നു. ഇനി നമുക്ക് ബീച്ചിൽ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് വയ്യാതെയായി, ഭയങ്കര ടയേർഡായി. പക്ഷെ ഇനി ദിവസം നമ്മൾ വന്നതല്ല, അപ്പോൾ നമുക്ക് ബീച്ചിൽ പോവാം. To the beach. ഇവിടെ ഒരു സൈഡ് നോക്കിയ കായലും മറ്റേ സൈഡ് നോക്കിയ കടലും അങ്ങനെയാണുള്ളത് കേട്ടോ. റിസോർട്ടിൻ്റെ പുറത്തുനിന്ന് ജസ്റ്റ് ഇറങ്ങിയാൽ തന്നെ നമുക്ക് കടൽ കാണാൻ പറ്റും. കടൽ. പിന്നെ നമ്മുടെ റിസോർട്ട് മാത്രമല്ല, ആ പ്രദേശത്ത് വേറെയും കുറേ റിസോർട്ട്സൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചായ കുടിക്കാൻ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോയെന്നറിയാം. നമ്മൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ചായയും കാപ്പിയും മുട്ട പൊരിച്ചും കഴിക്കാൻ വേണ്ടിയാണ്. ഇവിടെ മുട്ട ബജ്ജി വന്നു ഗൈസ്. ചായ കുടിച്ച് വന്നപ്പോഴേക്കും നല്ല രീതിക്ക് ഇരുട്ടായി.
എന്നാലും നമുക്ക് ബീച്ചിൽ പോകണം എന്നുള്ള ചിന്ത മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്താണല്ലോ ബീച്ച്, അതുകൊണ്ട് വലിയ മെനക്കേടൊന്നും ഇല്ലാണ്ട് നമ്മൾ ബീച്ചിലോട്ടെത്തി. ബീച്ചിലെത്തി കുറച്ചു നേരം അവിടെയൊക്കെ ഒന്ന് കണ്ട് പിന്നെ നമ്മൾ വേറൊരു സൈഡിൽ പോയിട്ട് കുറച്ചു നേരം ബീച്ചിൽ ഇറങ്ങുകയും ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ പരിപാടി ഡിന്നർ. ഹായ് ഡാഡ്, എന്താ പുച്ഛിക്കണേ? ഹായ് ഡാഡ്, ഹായ് പറ. കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഗൈസ് ഇവിടെ ഒരു ഹാമക്ക് ഉണ്ട്. അങ്ങനെ ഹാമക്കിലൊക്കെ കുറച്ച് നേരം ആടിയതിന് ശേഷം നമ്മൾ വീണ്ടും കോട്ടേജിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. രാത്രി റിസോർട്ട് കാണാൻ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. നമ്മുടെ നാച്ചുറൽ ലൈറ്റൊക്കെ പോയി വേറെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഇടയിലിടയിൽ ഇരിക്കാനായിട്ട് കുറച്ച് സ്പേസസ് ഉണ്ട്. സോ ഈ ഒരു ടൈമിൽ അവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. രാത്രിയിലത്തെ സെറ്റപ്പാണത്. ഫൈനലി നമ്മൾ റൂമിലോട്ടൊക്കെ എത്തി ലൈം ടീ ഒക്കെ ഉണ്ടാക്കി കുറച്ച് നേരം അതൊക്കെ എൻജോയ് ചെയ്തിരുന്നു. ആ ദിവസം നമ്മൾ നല്ല ടയേർഡ് ആയതുകൊണ്ട് വേഗം തന്നെ കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഹായ് അമ്മ. പോവാം. ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. മാങ്ങ എന്തോ ഒരു കായ ഇതില് മാങ്ങയുണ്ട്. പിന്നെ വേറെ ഒരെണ്ണത്തില് നമ്മൾ കണ്ടത് അതില് കഴിച്ചിട്ട് കരിമീനുകൾ കണ്ടത്. ഇതല്ലേ മറ്റേത് എന്തായാലും പറയാ മാംഗ്ലൂർ. ഇതൊക്കെ ഒരു കൂട്ടം കൂട്ടായിട്ട് കരിമീൻ വരുന്നു. പിന്നെ ഒരു നീളത്തിലുള്ളൊരു മീനും കണ്ടായിരുന്നു. അതെ, ഈ ഇത് കൊള്ളാം. വഞ്ചി പോകുന്നുണ്ട്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തുടങ്ങിയിട്ടുണ്ടോ എന്തുണ്ട്? ആ, പൊള്ളിയിട്ട്. ഇവിടെ ഒരു ഹോളാണ്. ഇതെങ്ങനെ ഇതിൽ കൂടെ പോകാൻ പറ്റില്ല ഒന്നുമില്ലേ? ഇതാണ് ഇന്ദ്രപ്രസ്ഥം ഹോൾ. എൻ്റെ ഫ്രണ്ട് അവിടെയാണ്. അല്ല, ആണോ? ആ ശരിയല്ലേ, ഇതാ ഫ്രണ്ട്. കുഞ്ഞി ഫങ്ഷൻസൊക്കെ ഓർഗനൈസ് ചെയ്യാം അല്ലേ? അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് റൂമിലോട്ട്. ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഉള്ളൂ. 11 o'clock നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. കാരണം നമ്മൾ നടന്നു വന്നപ്പോഴേക്കും ഫുൾ വേർത്തു, നല്ല ചൂടാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഫുള്ളൊന്ന് എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. വെക്കേറ്റ് ആവാൻ പോവാണ്. എല്ലാം പാക്ക് ചെയ്തു.
വി ആർ ഗോയിങ് ബാക്ക്. ഒരു സ്റ്റോൺ ബെഞ്ചൊക്കെ ആയിട്ട് ഇത് കൊള്ളാം. പക്ഷെ കുറച്ച് വെയിലില്ലെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു ചെറിയ സ്റ്റേക്കേഷന് ശേഷം വി ആർ ഗോയിങ് ബാക്ക് ഹോം. ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് വന്നെങ്കിലും ആ ഒരു 1 ഡേ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. നമ്മൾ 4 പേരായിട്ട് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ട്രിപ്സൊക്കെ വരാറ്. അതുകൊണ്ട് ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല മെമ്മറബിൾ ആയിരുന്നു കേട്ടോ.